ഇപ്പൊ പൊതുവെ നിക്ഷേപകർ ഒരു കമ്പനിയുടെ ഫൈനാൻഷ്യൽ സ്ട്രെങ്ത് പ്രധാനമായിട്ടും ജഡ്ജ് ചെയ്യുന്ന ചില മെട്രിക്സ്, ഫോർ എക്സാമ്പിൾ ROE, റിട്ടേൺ ഓൺ ഇക്വിറ്റി, അല്ലെങ്കിൽ ഇൻട്രസ്റ്റ് കവറേജ് റേഷ്യോ, ഇതൊക്കെ നമ്മൾ സാധാരണ ഡിറൈവ് ചെയ്യുന്നത് പ്രോഫിറ്റ് ആൻഡ് ലോസ് സ്റ്റേറ്റ്മെന്റിലാണ്. ഈ പ്രോഫിറ്റ് ആൻഡ് ലോസ് സ്റ്റേറ്റ്മെന്റ് ബേസിക്കലി ഒരു എല്ലാം തികഞ്ഞ ഒരു സ്റ്റേറ്റ്മെന്റ് അല്ല. അവിടെ പ്രധാനപ്പെട്ട ഒരു ചലഞ്ച് ഞാൻ ഉദാഹരണ സഹിതം പറയാം. ഉദാഹരണത്തിന് 2024 ഒരു 10,000 രൂപയുടെ ഇൻവെന്ററി സൂക്ഷിച്ചൊരു കമ്പനി, അതായത് 10,000 രൂപയുടെ റോ മെറ്റീരിയലും പാക്കിംഗ് മെറ്റീരിയലും എല്ലാം സൂക്ഷിച്ച ഒരു കമ്പനി, അവർ ഏകദേശം ഒരു 2,000 രൂപയുടെ മാത്രം ഒരു ഇൻവെന്ററി ഉപയോഗിച്ചിട്ട് ഒരു 10,000-3,000 ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കിയിട്ട് വിറ്റിട്ട് ഒരു 500 രൂപ പ്രോഫിറ്റ് എടുക്കാമെന്ന് കരുതുക. അപ്പൊ അവിടെ 8,000 രൂപയുടെ ഇൻവെന്ററി അവിടെ സ്റ്റക്കായി കിടക്കുന്നതോ, അല്ലെങ്കിൽ ഇൻ കേസ് ഇപ്പോൾ ആ പ്രൊഡക്റ്റ് വിറ്റത് ക്രെഡിറ്റിലാണെങ്കിൽ ക്യാഷ് ഇമീഡിയറ്റ് ആയിട്ട് ആ കമ്പനിക്ക് കിട്ടിയില്ലെങ്കിലോ, അപ്പൊ അങ്ങനെയുള്ള ക്യാഷിലുള്ള പാരാമീറ്റേഴ്സ്, ക്യാഷ് എത്ര കണ്ട് സ്റ്റക്കാണ്, അതായത് റിയൽ ആയിട്ടുള്ള ലിക്വിഡിറ്റി എത്രയാണ് കമ്പനിക്ക് ഒരു വർഷം കിട്ടിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ള കാര്യത്തിനൊക്കെ ഈ പറഞ്ഞ പ്രോഫിറ്റ് ആൻഡ് ലോസ് സ്റ്റേറ്റ്മെന്റിൽ കൃത്യമായ റെക്കോർഡിംഗ് നടക്കുന്നില്ല. അതിന്റെ കാരണം എന്ന് വെച്ചാൽ അത് ഫോളോ ചെയ്യുന്ന അക്കൗണ്ടിങ് മെത്തേഡ് തന്നെ ഡിഫറെന്റ് ആണ്. ആ അക്കൗണ്ടിങ് മെത്തേഡിന്റെ പേരാണ് അക്രൂവൽ അക്കൗണ്ടിങ്. ഇപ്പൊ നമുക്ക് ക്യാഷിന്റെ ശരിക്കുള്ള ഫ്ലോ, അതായത് ക്യാഷ് എത്ര ഒരു വർഷം കമ്പനിക്ക് വരുന്നു ഓപ്പറേഷനിൽ നിന്ന്, അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെന്റ് ആക്ടിവിറ്റിയിൽ നിന്ന്, വ്യത്യസ്ത തരത്തിലുള്ള ആക്ടിവിറ്റീസിൽ നിന്ന് ക്യാഷ് എത്ര കണ്ട് കമ്പനിക്ക് വരുന്നു, അല്ലെങ്കിൽ ക്യാഷ് എത്ര കണ്ട് കമ്പനിയിൽ നിന്നും പോകുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ ട്രാക്ക് ചെയ്യാൻ വേണ്ടി ഒരു ക്യാഷ് അക്കൗണ്ടിങ് ഉപയോഗിക്കുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് വേണം. അപ്പൊ അതാണ് ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ്. അപ്പൊ ഇന്നത്തെ നമ്മുടെ വീഡിയോ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റിനെ കുറിച്ചുള്ളതാണ്. ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് നമ്മൾ എങ്ങനെ ഇന്റർപ്രറ്റ് ചെയ്യാം, അല്ലെങ്കിൽ ഇതുകൊണ്ട് നിക്ഷേപം എന്ത് ഗുണം, ഇൻ കേസ് ഇപ്പോൾ നിങ്ങൾ അക്കൗണ്ടന്റ് ആണെങ്കിൽ അതെങ്ങനെ പ്രിപ്പയർ ചെയ്യണം എന്നുള്ളതിനെ പറ്റിയുള്ള ലോജിക്കൽ ഫ്രെയിംവർക്ക് ആണ് നമ്മളിവിടെ ചർച്ച ചെയ്യുന്നത്. അപ്പൊ ഫിൻഫോൺട്രിയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ദിസ് ഈസ് യുവർ പ്രവീഷ്. അപ്പൊ നമുക്ക് തുടങ്ങാം. അപ്പൊ ഇതിനു മുമ്പ് ഞാൻ പ്രോഫിറ്റ് ആൻഡ് ലോസ് സ്റ്റേറ്റ്മെന്റ് അല്ലെങ്കിൽ ബാലൻസ് ഷീറ്റിന്റെ വീഡിയോയും ഞാനിവിടെ ഈ ചാനലിൽ ചെയ്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഈ വീഡിയോ കാണുന്നതിന് മുമ്പായിട്ട് ചിലപ്പോൾ ഒരു ക്ലാരിറ്റി, ഇപ്പൊ ബാക്ക്ഗ്രൗണ്ട് ഇല്ലാത്ത ആളാണെങ്കിൽ അവിടെ പോയി ഒരു ക്ലാരിറ്റി ഉണ്ടാക്കി വരുന്നത് വളരെ നന്നായി. സമ്മറൈസ് ചെയ്യുവാണെങ്കിൽ ഇപ്പൊ ബാലൻസ് ഷീറ്റ് എന്നൊരു ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റിന്റെ പർപ്പസ് എന്ന് വിളിക്കുന്നത് കമ്പനിക്ക് എത്ര ആസ്തിയുണ്ട്, കമ്പനിക്ക് എത്ര ലയബിലിറ്റി ഉണ്ട്, ഇപ്പോഴത്തെ സാമ്പത്തിക സ്ഥിതി എന്നുള്ളതാണ് ബാലൻസ് ഷീറ്റിന്റെ സമ്മറി. ഇനി പ്രോഫിറ്റ് ആൻഡ് ലോസ് സ്റ്റേറ്റ്മെന്റിന്റെ കാര്യം പറയുമ്പോഴത്തേക്കും ഈ വർഷം അല്ല ഈ ക്വാർട്ടറിൽ ഉണ്ടാക്കിയ നെറ്റ് പ്രോഫിറ്റ് എത്രയാണ്, കമ്പനിയുടെ സെയിൽസ് എത്രയാണ് എന്നുള്ള കാര്യമാണ് നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് സ്റ്റേറ്റ്മെന്റിൽ നമ്മൾ കണ്ടുപിടിക്കുന്നത്. നേരെ മറിച്ച് ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റിൽ നമ്മൾ ക്യാഷിലാണ് ഫോക്കസ് ചെയ്യുന്നത്. എത്ര ക്യാഷ് ബാങ്കിൽ നിന്ന് പോയി, എത്ര ക്യാഷ് ബാങ്കിലോട്ട് വന്നു എന്നുള്ള കാര്യമാണ് നമ്മൾ കണ്ടുപിടിക്കാൻ ശ്രമിക്കുന്നത്. നമ്മൾ തുടങ്ങുന്നതിന് മുമ്പ് 1-2 അക്കൗണ്ടിങ് പ്രിൻസിപ്പിളും ലോജിക് ഒന്ന് പരിചയപ്പെടാം. ഡബിൾ അക്കൗണ്ടിങ് എന്ന് പറയും. അതായത് ഒരു സ്റ്റേറ്റ്മെന്റിൽ 2 തവണ ഒരേ ട്രാൻസാക്ഷൻ റെക്കോർഡ് ചെയ്യപ്പെടുന്ന അവസ്ഥയാണ് ഡബിൾ അക്കൗണ്ടിങ്. അത് ആക്യുറസിക്ക് വിരുദ്ധമാണ്. നിങ്ങൾക്ക് അറിയാല്ലേ, ഒരു 200 രൂപ നിങ്ങൾക്ക് കിട്ടി, ആ 200 രൂപ തന്നെ 2 തവണ റെക്കോർഡ് ചെയ്താൽ അത് റെക്കോർഡ് കീപ്പിംഗിന്റെ ഒരു ക്വാളിറ്റിയാണ് ബാധിക്കുന്നത്. ഡബിൾ അക്കൗണ്ടിങ് അവോയ്ഡ് ചെയ്യുക എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, ക്യാഷ് ഇപ്പൊ കമ്പനിയുടെ കയ്യിരിക്കുന്ന ഏതെങ്കിലും അസറ്റ് കമ്പനി ക്ലിയർ ചെയ്യുകയാണെങ്കിൽ അത് കമ്പനിയുടെ ക്യാഷ് ഉയർത്തുന്ന ഒരു ട്രാൻസാക്ഷൻ ആണെങ്കിൽ എസ്പെഷ്യലി അത് നമ്മൾ പോസിറ്റീവ് ആയിട്ട് മാർക്ക് ചെയ്യും. ഇനി ഇൻ കേസ് ഇപ്പൊ കമ്പനിക്ക് ഏതെങ്കിലും എക്സ്പെൻഡിച്ചർ, ക്യാഷ് എക്സ്പെൻഡിച്ചർ നടക്കുന്ന ഒരു ട്രാൻസാക്ഷൻ ആണെങ്കിൽ അത് നെഗറ്റീവ് ആയിട്ട് മാർക്ക് ചെയ്യും. ഈ 2 ലോജിക്ക് വെച്ച് തന്നെ ഒരുമാതിരിപ്പെട്ട ട്രാൻസാക്ഷൻ ഒക്കെ എങ്ങനെയാണ് റെക്കോർഡ് ആകുന്നത് എന്നുള്ള കാര്യത്തിൽ നമുക്കൊരു ക്ലാരിറ്റി വരുത്താൻ പറ്റും. പ്രധാനമായും 3 തരത്തിലുള്ളതാണ് ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് ആണുള്ളത്. അപ്പൊ അതിൽ 3 കമ്പോണൻസ് എന്ന് വിളിക്കുന്നത് ക്യാഷ് ഫ്രം ഓപ്പറേഷണൽ ആക്ടിവിറ്റി, അതായത് ഓപ്പറേഷണൽ ആക്ടിവിറ്റിയിൽ നിന്ന് കമ്പനിക്ക് കിട്ടുന്ന പൈസ എന്നുള്ളതാണ് ഓപ്പറേഷണൽ ആക്ടിവിറ്റി. പിന്നെ ക്യാഷ് ഫ്രം ഇൻവെസ്റ്റ്മെന്റ് ആക്ടിവിറ്റി, അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെന്റ് റിലേറ്റഡ് ആയിട്ടുള്ള ക്യാഷ് ട്രാൻസാക്ഷൻ റെക്കോർഡ് ചെയ്യുന്ന ഒരിടം. പിന്നെ ഫൈനാൻഷ്യൽ ആക്ടിവിറ്റി, വ്യത്യസ്ത തരത്തിലുള്ള ഫൈനാൻഷ്യൽ ട്രാൻസാക്ഷൻ. ഇൻ കേസ് ഇപ്പൊ കമ്പനി ഒരു പുതിയ കടമെടുക്കുമ്പോഴോ അല്ലെങ്കിൽ അത് തിരിച്ചടക്കുമ്പോഴോ, ഈവൻ കമ്പനിയുടെ കയ്യിൽ നിന്ന് ഈ ഡിവിഡൻഡോ അല്ലെങ്കിൽ ബൈബാക്കോ അല്ലെങ്കിൽ ഷെയർ ഹോൾഡേഴ്സിന് കൊടുക്കുമ്പോഴൊക്കെയുള്ള ട്രാൻസാക്ഷൻ ഒക്കെ റെക്കോർഡ് ചെയ്യും ഫൈനാൻസിങ് ആക്ടിവിറ്റിയിലാണ്. CFOയുടെ ഒരു ബേസിക് ഇക്വേഷനിലോട്ട് പോയിട്ട് വരാം. ക്യാഷ് ഫ്രം ഓപ്പറേഷണൽ ആക്ടിവിറ്റിയുടെ ബേസിക് ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ നെറ്റ് ഇൻകം വരുന്നത് നമ്മുടെ പ്രോഫിറ്റ് ആൻഡ് ലോസ് സ്റ്റേറ്റ്മെന്റിൽ നിന്നാണ്. പിന്നെ നോൺ ക്യാഷ് എക്സ്പെൻസസ്, പിന്നെ വർക്കിംഗ് ക്യാപിറ്റൽ ചേഞ്ചസ്. ഈ 3 ക്യാഷ് ഫ്രം ഓപ്പറേഷണൽ ആക്ടിവിറ്റി ബേസിക് ആയിട്ടുള്ള കോൺസ്റ്റിറ്റ്യൂൻസ്. അപ്പൊ ഇതിൽ വ്യത്യസ്ത തരത്തിലുള്ള ട്രാൻസാക്ഷൻസ് നമ്മൾ വ്യത്യസ്ത തരത്തിൽ മാപ്പ് ചെയ്യേണ്ടതുണ്ട്. ഇനി ക്യാഷ് ഫ്രം ഇൻവെസ്റ്റ്മെന്റ് ആക്ടിവിറ്റിയിൽ നമുക്ക് ഫോർമുല ഇല്ല, പകരം കമ്പനി ക്യാഷ് മുടക്കി അങ്ങോട്ട് ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ അതൊരു നെഗറ്റീവ് ആയിട്ട് നമ്മൾ മാർക്ക് ചെയ്യും. ഇനി ഇൻ കേസ് ഏതെങ്കിലും അസറ്റ് ക്ലിയർ ചെയ്തെങ്കിൽ ഫിക്സ്ഡ് അസറ്റോ അല്ലെങ്കിൽ ഒരു മ്യൂച്വൽ ഫണ്ടൊക്കെ കമ്പനി സെല് ചെയ്യുന്ന ടൈമിൽ അതൊരു പോസിറ്റീവ് ട്രാൻസാക്ഷൻ ആണ് മാർക്ക് ചെയ്യും. ചിലപ്പോൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് സ്റ്റേറ്റ്മെന്റിലെ ചില തരത്തിലുള്ള കൺസിഡറേഷൻ നമുക്ക് ഈ പറഞ്ഞ ക്യാഷ് ഫ്രം ഓപ്പറേഷനിൽ ചിലപ്പോൾ ക്യാൻസൽ ചെയ്യേണ്ടി വരും. അപ്പൊ അതുകൊണ്ട് ഞാൻ ഒരു സെറ്റ് ഓഫ് ഒരു 6 ടൈപ്പ് ട്രാൻസാക്ഷൻസ് നമുക്ക് പറയുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് നല്ലൊരു ക്ലാരിറ്റി വരും. ഞാൻ ഈ പറഞ്ഞ അക്കൗണ്ടിങ് പ്രിൻസിപ്പിളും ലോജിക്കും വെച്ചിട്ട് നമുക്ക് വർക്കിംഗ് ക്യാപിറ്റൽ ചേഞ്ചസിന്റെ കാര്യം തന്നെ പറയാം. അത് വളരെ സിമ്പിൾ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയ ആണ്. അപ്പൊ അതില് ഇപ്പൊ റിസീവബിൾസിനും ഇൻവെന്ററിക്കും സെയിം സ്വഭാവമാണ്. അതായത് ഇൻ കേസ് ഇപ്പോൾ റിസീവബിൾസ് കമ്പനി ക്ലിയർ ചെയ്തു, ഒരു വർഷം കമ്പനിക്ക് ഒരു 100 കോടിയുടെ റിസീവബിൾസ് ഉണ്ടായിരുന്നു,
അത് കമ്പനി അടുത്ത വർഷം ആയപ്പോഴത്തേക്ക് ഏകദേശം ഒരു 80 കോടിയിലോട്ട് ചുരുക്കിയെന്ന് വിചാരിക്കുക. അപ്പൊ അത് ബേസിക്കലി ആ കമ്പനിക്ക് ആ ക്യാഷ് കിട്ടിയിട്ടുണ്ട്. കിട്ടാനുള്ള പൈസ കുറഞ്ഞപ്പോഴത്തേക്കും അത് കമ്പനിക്ക് ക്യാഷ് കിട്ടി ആ വർഷം എന്നുള്ളതാണ്. അപ്പൊ അത് നമ്മൾ പോസിറ്റീവായിട്ട് മാർക്ക് ചെയ്യും. ഇനി ഇൻ കേസ് റിസീവബിൾസ് കൂടിയാൽ അത് ഒരു ക്യാഷ് ഔട്ട്ഫ്ലോ ആണ് ഒരു തരത്തില്. അപ്പൊ അങ്ങനെ വരുമ്പോഴത്തേക്ക് അത് നമ്മൾ നെഗറ്റീവായിട്ട് മാർക്ക് ചെയ്യും. ഇതേ രീതിയിൽ തന്നെ ഇൻവെന്ററി ക്ലിയർ ആയാൽ അത് പോസിറ്റീവായിട്ടും, ഇൻവെന്ററി കൂടിയാൽ അത് നെഗറ്റീവായിട്ടും, അത് ക്യാഷോടെ സ്റ്റക്കായി കിടക്കുകയാണ്, അത് നെഗറ്റീവായിട്ട് നമ്മൾ മാർക്ക് ചെയ്യും. പേബിൾസിന്റെ കാര്യം പറയുമ്പോൾ, അല്ലെ കമ്പനി കൊടുക്കാനുള്ള പൈസയുടെ കാര്യം പറയുമ്പോൾ നേരെ ഓപ്പോസിറ്റ് ആണ്. അതായത് കമ്പനി കൊടുക്കാനുള്ള പൈസ കൂടിയാൽ, പേബിൾസ് കൂടിയാൽ ക്യാഷ് ലെവൽസ് കൂടാനുള്ള സാധ്യതയാണത്. ഇനി കമ്പനി കൊടുക്കാനുള്ള പൈസ കുറഞ്ഞാൽ അത് കമ്പനിയുടെ ക്യാഷ് ഔട്ട്ഫ്ലോ ആണ്. കമ്പനി കൊടുക്കാനുള്ള പൈസ കമ്പനി കുറച്ച് ക്യാഷ് കൊടുത്തു തീർത്തു. അപ്പൊ കമ്പനിയിൽ നിന്ന് കയ്യിൽ നിന്ന് പോകുന്ന കാരണം നമ്മളത് നെഗറ്റീവായിട്ട് മാർക്ക് ചെയ്യും. ഇനി ഇൻ കേസ് ഇൻവെന്ററി റൈറ്റ് ഓഫിന്റെ ഒരു കേസ് നമുക്ക് എടുക്കാം. ഫോർ എക്സാമ്പിൾ ഒരു ബിസ്ക്കറ്റ് കമ്പനി, ആ ബിസ്ക്കറ്റ് പൂത്തുപോയി. അപ്പൊ ഇൻവെന്ററി എഴുതിത്തള്ളേണ്ട കാര്യമുണ്ട്. കാരണം ഇൻവെന്ററി നമ്മൾ അത് അർത്ഥമില്ലാതായെന്ന അവസ്ഥയിലിട്ട് പോകുന്നതായിരിക്കും. അപ്പൊ അതെങ്ങനെ നമ്മൾ റെക്കോർഡ് ചെയ്യും? ഇപ്പൊ ഇൻവെന്ററി റൈറ്റ് ഓഫ് വരുമ്പോഴത്തേക്കും അത് നമ്മൾ ലോസ് ആയിട്ട് പ്രോഫിറ്റ് ആൻഡ് ലോസ് സ്റ്റേറ്റ്മെന്റിൽ നമ്മൾ ഉൾക്കൊള്ളിക്കുക. അല്ലെങ്കിൽ ആ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡിൽ നമ്മൾ ഈ പറഞ്ഞ ഇൻവെന്ററി റൈറ്റ് ഓഫ് ഒരു എക്സ്പെൻസ് ആയിട്ട് നമ്മൾ മാർക്ക് ചെയ്തു. അതിന്റെ ഒരു നെഗറ്റീവ് ഇമ്പാക്ട് പ്രോഫിറ്റ് ആൻഡ് ലോസ് സ്റ്റേറ്റ്മെന്റിൽ ഓൾറെഡി ഉൾക്കൊള്ളിച്ചത് കൊണ്ട് നമ്മൾ അത് പറഞ്ഞ നോൺ ക്യാഷ് എക്സ്പെൻസിൽ അത് ആഡ് ബാക്ക് ചെയ്യും. അതാണ് അതിന്റെ ഒരു ലോജിക്ക്. കാരണം ആ വർഷം ഇറങ്ങുന്ന ക്യാഷില് കമ്പനിക്ക് ആ ഒരു പ്രത്യേക ട്രാൻസാക്ഷൻ ചെലവില്ല. ക്യാഷിലുള്ള എക്സ്പെൻസ് അല്ല, അത് നോൺ ക്യാഷ് എക്സ്പെൻസ് ആണ്. ഇനി ഇൻ കേസ് ഇപ്പോ വർക്കിംഗ് ക്യാപിറ്റൽ ചേഞ്ചസിന്റെ ഭാഗത്തോട്ട് വരുമ്പോഴത്തേക്കും വർക്കിംഗ് ക്യാപിറ്റൽ ചേഞ്ചസ് എങ്ങനെ റെക്കോർഡ് ചെയ്യുക? അതിന് റെക്കോർഡ് ചെയ്യേണ്ട കാര്യമില്ല. കാരണം ക്ലിയർ ചെയ്യുമ്പോഴത്തേക്ക് അതുകൊണ്ടും ക്യാഷ് കമ്പനിക്ക് കിട്ടുന്നില്ല. അപ്പൊ അതുകൊണ്ട് അതിന്റെ നെറ്റ് ഇമ്പാക്ട് ടു ക്യാഷ് ഫ്ലോ എന്ന് പറഞ്ഞാൽ 0 ആയിരിക്കും. ഇനി നമുക്ക് അസറ്റ് ഇമ്പയർമെന്റ് കാര്യം, ഒരു ലോങ് ടേം അസറ്റ്, ഫോർ എക്സാമ്പിൾ കമ്പനിയുടെ കയ്യിൽ ഒരു 10,000 രൂപയുടെ അസറ്റ് ഉണ്ട്. അപ്പൊ അതിന്റെ ഇപ്പോഴത്തെ മാർക്കറ്റ് വാല്യൂ ഒരു 2,000 ആണെന്ന് വെച്ചാൽ, അപ്പൊ ഒരു തരത്തിൽ ഒരു 8,000 രൂപയുടെ ഒരു എഴുതിത്തള്ളൽ കമ്പനിക്ക് നടത്താൻ ആഗ്രഹമുണ്ട്, അല്ലെങ്കിൽ അസറ്റ് ഇമ്പയർമെന്റ് നടത്താൻ കമ്പനിക്ക് ആഗ്രഹമുള്ളെങ്കിൽ അപ്പൊ അവിടെ കമ്പനി ചെയ്യുന്ന എന്തുവാ, 8,000 രൂപയുടെ ലോസ് ഈ പറഞ്ഞ അതർ എക്സ്പെൻസസിൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് സ്റ്റേറ്റ്മെന്റിൽ മാർക്ക് ചെയ്യുമല്ലോ. അപ്പൊ അത് നമ്മൾ ഈ പറഞ്ഞ നോൺ ക്യാഷ് എക്സ്പെൻസ് ആയിട്ട് അത് ആഡ് ചെയ്യും. കാരണം അത് ഒരിക്കലും ക്യാഷുള്ള എക്സ്പെൻഡിച്ചർ അല്ല. കാരണം അത് നിങ്ങളുടെ ബാലൻസ് ഷീറ്റിൽ അത് മൈനസ് ആകുന്നു, പ്രോഫിറ്റ് ആൻഡ് ലോസ് സ്റ്റേറ്റ്മെന്റിൽ അത് മൈനസ് ആയി. അത് ക്യാഷുള്ള എക്സ്പെൻസ് ആകാത്ത കാരണം നെറ്റ് ഇൻകത്തിലുള്ള മൈനസ് നമ്പർ നമ്മൾ ഓഫ്സെറ്റ് ചെയ്യാൻ വേണ്ടി ഒരു നോൺ ക്യാഷ് എക്സ്പെൻസ് ആയിട്ട് അത് മാർക്ക് ചെയ്യും. ഇനി നമുക്ക് ഡിപ്രീസിയേഷൻ അമോർട്ടൈസേഷൻ വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്. കാരണം ഡിപ്രീസിയേഷൻ അമോർട്ടൈസേഷന്റെ ക്ലാസിക്കൽ എക്സാമ്പിൾസ് ഓഫ് നോൺ ക്യാഷ് എക്സ്പെൻസ് ആണ്. കാരണം അത് ക്യാഷിലുള്ള എക്സ്പെൻസ് അല്ല. അപ്പൊ ആ ഒരു കാരണം കൊണ്ടിട്ട് ഡിപ്രീസിയേഷൻ നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് സ്റ്റേറ്റ്മെന്റിൽ കുറയ്ക്കുന്നു. പ്രോഫിറ്റ് ആൻഡ് ലോസ് സ്റ്റേറ്റ്മെന്റിൽ കുറയ്ക്കുന്നത് നമ്മൾ ഇവിടെ തിരിച്ച് ആഡ് ചെയ്യുന്നു. മുമ്പുണ്ടായിരുന്ന ഏതെങ്കിലും ഒരു അസറ്റ് വിൽക്കുമ്പോഴത്തേക്കും കമ്പനിക്ക് ലാഭമോ നഷ്ടമോ ഉണ്ടാകുന്നതെന്ന് കരുതുക. ഉദാഹരണത്തിന് ഒരു 100 കോടിയുടെ ബോണ്ട് കമ്പനിയുടെ കയ്യിലുണ്ട്, ഒരു 80 കോടിക്ക് അത് വിൽക്കുന്നു, അത് നഷ്ടമാണ്. കമ്പനി അത് -20 കോടിയായിട്ട് പ്രോഫിറ്റ് ആൻഡ് ലോസ് സ്റ്റേറ്റ്മെന്റിൽ കൊള്ളിച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ വരുമ്പോഴത്തേക്കും നമുക്ക് അതൊന്ന് റിവേഴ്സ് ചെയ്യാം. കാരണം നമ്മൾ ഇൻവെസ്റ്റ്മെന്റ് ആക്ടിവിറ്റിയിൽ ഓൾറെഡി അത് കൊള്ളിക്കേണ്ടതാണ്. പ്രോഫിറ്റ് ആൻഡ് ലോസ് സ്റ്റേറ്റ്മെന്റിൽ ഓൾറെഡി അതിന് ഇമ്പാക്ട് ഉണ്ട്. അത് നമ്മൾ റിവേഴ്സ് ചെയ്യുന്ന ആദ്യം, അതായത് ലോസ് ആണെങ്കിൽ അത് പോസിറ്റീവ് ആക്കുന്നു, ഇനി ഇൻ കേസ് ഇപ്പൊ ലാഭമാണെങ്കിൽ അത് നെഗറ്റീവ് ആക്കുന്നു. എന്നിട്ട് നേരെ അതിന്റെ ടോട്ടൽ എമൗണ്ട്, അതായത് ഈ പറഞ്ഞ അതിന്റെ മൊത്തം ട്രാൻസാക്ഷൻ വാല്യൂ എത്ര രൂപയ്ക്കാണ് അത് വിൽപ്പന നടന്നിരിക്കുന്നത്, ആ ട്രാൻസാക്ഷൻ വാല്യൂ നമ്മൾ നേരെ ഇൻവെസ്റ്റ്മെന്റ് ആക്ടിവിറ്റിയിൽ പോസിറ്റീവ് ആയിട്ട് മാർക്ക് ചെയ്യും. അപ്പൊ അങ്ങനെയാണ് അത് മാർക്ക് ചെയ്യുന്നത്. ഇൻ കേസ് ഇപ്പൊ ഒരു പുതിയ അസറ്റ് വാങ്ങിക്കുവാണെങ്കിൽ അതെങ്ങനെ മാർക്ക് ചെയ്യും? അത് CFO അഡ്ജസ്റ്റ് ചെയ്യേണ്ട കാര്യമില്ല. കാരണം CFOയിൽ നമ്മൾ ഈ പറഞ്ഞ പുതിയ ആസ്തി വിൽക്കുമ്പോഴാണ് അതിന്റെ ലാഭവും നഷ്ടവും കണക്കാക്കിയിട്ട് അത് പ്രോഫിറ്റ് ആൻഡ് ലോസ് സ്റ്റേറ്റ്മെന്റിൽ കൊള്ളിക്കുന്നത്. അത് നമ്മൾ CFOയിൽ അഡ്ജസ്റ്റ് ചെയ്യേണ്ട കാര്യം വരുന്നത്. പക്ഷെ ഇവിടെ CFOയിൽ കൊള്ളിക്കേണ്ട ആവശ്യമില്ല. അത് നേരെ ഇൻവെസ്റ്റ്മെന്റ് ആക്ടിവിറ്റിയിൽ നമ്മൾ ഇപ്പോൾ കമ്പനി കയ്യിൽ നിന്ന് അസറ്റ് പർച്ചേസ് ചെയ്യുന്നുണ്ട്, അതൊരു നെഗറ്റീവ് ആയിട്ടുള്ള ക്യാഷ് ആയിട്ട് മാർക്ക് ചെയ്യും. ഇനി സ്റ്റോക്ക് ഓപ്ഷൻസിന്റെ കാര്യം പറയാം. ഇപ്പൊ കൂടുതൽ ടെക്നോളജി കമ്പനി അനലൈസ് ചെയ്യുമ്പോഴത്തേക്കും കാണാൻ സാധ്യതയുള്ള ഐറ്റമാണ്. അപ്പൊ ESOPസിന് നമ്മൾ എങ്ങനെ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റിൽ മാർക്ക് ചെയ്യും? ഇപ്പൊ ESOP നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് സ്റ്റേറ്റ്മെന്റിൽ അതൊരു കോമ്പൻസേഷൻ എക്സ്പെൻസ് ആണ്. അപ്പൊ ഈ കോമ്പൻസേഷൻ എക്സ്പെൻസ് നമ്മൾ CFOയിൽ അത് നോൺ ക്യാഷ് എക്സ്പെൻസ് ആയിട്ട് ആഡ് ബാക്ക് ചെയ്യും. കാരണം അതൊരു ക്യാഷുള്ള എക്സ്പെൻസ് അല്ല. പകരം കമ്പനിക്ക് ഒരു ഉദാഹരണത്തിന് ഒരു 10 നിലയിൽ മാർക്കറ്റ് വില ഒരു ഷെയറിന് 20 രൂപയാണെങ്കിൽ കമ്പനി എംപ്ലോയീസിന് പറയുന്നു, ഞാൻ നിങ്ങൾക്ക് 10 രൂപ ഷെയറിന്റെ 1000 ഓപ്ഷൻസ് തരാം. അപ്പൊ നിങ്ങളത് എക്സിക്യൂട്ട് ചെയ്യുന്ന, ആ ഓപ്ഷൻ എക്സിക്യൂട്ട് ചെയ്യുന്ന ടൈമിൽ ഈ പറഞ്ഞ 10,000 രൂപ നിങ്ങൾ എനിക്ക് തരണം, എന്നിട്ട് ആ ഓപ്ഷൻ എക്സിക്യൂട്ട് ചെയ്തോ, അതിന്റെ ഇപ്പോഴത്തെ മാർക്കറ്റുള്ള 20 രൂപയാണെന്നൊക്കെ പറയും. അപ്പൊ അവിടെ അത് ഗ്രാൻഡ് ചെയ്യുന്ന ടൈമിൽ, ഈ പറഞ്ഞ ESOP ഗ്രാൻഡ് ചെയ്യുന്ന ടൈമിൽ ബേസിക്കലി അത് CFOയിൽ നോൺ ക്യാഷ് എക്സ്പെൻസ് ആണ്. അതായത് കമ്പനിക്ക് അവിടെ എക്സ്പെൻസ് ഇല്ല. അതായത് പുതിയ ഓപ്ഷൻസ് ജനറേറ്റ് ചെയ്യുന്നുള്ളത് മാത്രമാണ്. ഇനി അത് അവർ എക്സിക്യൂട്ട് ചെയ്യുന്നെന്ന് വെച്ചോ, ആ പറഞ്ഞ 10,000 രൂപ 1000 into 10 അത്രയും പൈസ കമ്പനിക്ക് കൊടുക്കണം എംപ്ലോയി. അതൊരു ഫൈനാൻസിങ് ആക്ടിവിറ്റിയാണ്. അതായത് ന്യൂ ഷെയർ ഇഷ്യൂവിന്റെ ഈക്വലന്റ് ആയിട്ടുള്ള ഒരു പരിപാടിയാണ്. ഇപ്പൊ ന്യൂ ഷെയർ ഇഷ്യൂവൻസ് അല്ലെ പുതിയ ഷെയർ ഇഷ്യൂ ചെയ്യുമ്പോഴത്തേക്ക് അത് നമ്മൾ ഈ പറഞ്ഞ ക്യാഷ് ഫ്രം ഫൈനാൻസിങ് ആക്ടിവിറ്റി വരുന്ന കാര്യം പറഞ്ഞു. ഇനി എന്തൊക്കെ നമുക്ക് പറയാം? ഇതുപോലെ തന്നെ ഏതെങ്കിലും സബ്സിഡിയറിയോ അല്ലെങ്കിൽ ഒരു
ഒരു ഫിക്സ്ഡ് അസറ്റ് വിൽക്കുകയാണ്, ഒരു ഫാക്ടറിയുടെ പീസ് ഒക്കെ വിൽക്കുകയാണെങ്കിൽ, ഒരു എക്യുപ്മെന്റ് ഒക്കെ വിൽക്കുകയാണെങ്കിൽ അതെങ്ങനെ മാർക്ക് ചെയ്യും? അത് നേരത്തെ പറഞ്ഞ ഒരു സമാന ക്യാരക്ടറിസ്റ്റിക് ഉള്ള ഒരു ട്രാൻസാക്ഷൻ ആണ്. അപ്പൊ അത് നമ്മൾ മാർക്ക് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഇപ്പൊ അതൊരു അതർ ഇൻകം ആയിട്ട് നമ്മൾ മാർക്ക് ചെയ്യും. ഉദാഹരണത്തിന് 10,000 രൂപയുടെ ആസ്തിയായിരുന്നു അത് ബാലൻസ് ഷീറ്റിൽ, അത് നമ്മളൊരു 8,000-ന് വിൽക്കുകയാണെന്ന് വെച്ചാൽ അപ്പൊ നഷ്ടത്തിലാണ് വിൽക്കുന്നത്. അല്ലെങ്കിൽ ഇപ്പൊ 10,000 രൂപയുടെ ലാഭത്തിനാണ് വിൽക്കുന്നുണ്ടെങ്കിൽ ആ ലാഭമോ നഷ്ടമോ, ആ ഗെയിനോ ലോസോ നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് സ്റ്റേറ്റ്മെന്റിൽ ഓൾറെഡി അക്കൗണ്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ അത് നമ്മൾ ഈ പറഞ്ഞ ക്യാഷ് ഫ്രം ഓപ്പറേഷണൽ ഏരിയയിൽ വരുമ്പോഴത്തേക്കും അത് നമ്മളത് റിവേഴ്സ് ചെയ്യണം, അതിന്റെ ഇമ്പാക്ട്. പിന്നെ അത് ഇൻവെസ്റ്റ്മെന്റ് ആക്ടിവിറ്റിയിലെ നെറ്റ് എമൗണ്ട്, അല്ലെങ്കിൽ എത്രയാണ് 10,000 രൂപയുടെ ട്രാൻസാക്ഷൻ മൊത്തം നടന്നിരിക്കുന്നത്, ഗെയിൻ ലോസോ അല്ല, 10,000 രൂപയുടെ ട്രാൻസാക്ഷൻ ആണ് നടന്നിട്ടുള്ളതെങ്കിൽ അത് നമ്മൾ നേരെ പറഞ്ഞ ക്യാഷ് ഫ്രം ഇൻവെസ്റ്റ്മെന്റ് ആക്ടിവിറ്റിയിൽ CIO-യിൽ നമ്മളത് പോസിറ്റീവായിട്ട് മാർക്ക് ചെയ്യണം. ഇനി കമ്പനിയുടെ കയ്യിൽ ഓപ്പറേഷണൽ ക്യാഷ് കഴിഞ്ഞ് ഓപ്പറേഷണൽ ക്യാഷിൽ നിന്ന് ഇൻവെസ്റ്റ്മെന്റ് നടത്തിയിട്ടുള്ള ബാക്കിയുള്ള പൈസ, അതാണ് കമ്പനി ഓഹരി ഉടമകൾക്ക് വാല്യൂ ക്രിയേറ്റ് ചെയ്യുന്നത്. അത് ഉദാഹരണത്തിന് ഡിവിഡൻഡ് കൊടുക്കുകയോ അല്ലെങ്കിൽ ബൈബാക്ക് ചെയ്യുകയോ, അങ്ങനെയുള്ള ഷെയർസ് ബൈബാക്ക് ചെയ്യുക എന്നുള്ള വാല്യൂ ക്രിയേഷൻ ആക്ടിവിറ്റീസിൽ കമ്പനിക്ക് ചെയ്യാകുമ്പോഴത്തേക്കും ഉപകാരപ്പെടുന്ന പൈസയാണ് ഈ പറഞ്ഞ ഫ്രീ ക്യാഷ്. അപ്പോൾ CFO വളരെ ഇമ്പോർട്ടന്റ് ആണ്. FCF നമ്മൾ വാല്യുവേഷൻ മെട്രിക്കിൽ ഉപയോഗിക്കുക, അല്ലെങ്കിൽ ഡിസ്കൗണ്ടഡ് ക്യാഷ് ഫ്ലോ മെത്തേഡിലൊക്കെ കമ്പനിയുടെ ഇൻട്രിൻസിക് വാല്യൂ കണ്ടുപിടിക്കാനൊക്കെ നമ്മൾ ഈ പറഞ്ഞ ഫ്രീ FCF ഉപയോഗിക്കാറുണ്ട്. ഫൈനാൻസിങ് ആക്ടിവിറ്റി നമ്മൾ ജനറിക് ആയിട്ടുള്ള 2-3 ടൈപ്പ് ട്രാൻസാക്ഷൻ പറഞ്ഞു. അത് കടം തിരിച്ചടക്കുവാണെങ്കിൽ അത് ഈ പറഞ്ഞ നെഗറ്റീവ് ട്രാൻസാക്ഷൻ ആണ്, കടം എടുക്കുവാണെങ്കിൽ അതൊരു പോസിറ്റീവ് ക്യാഷിലുള്ള ട്രാൻസാക്ഷൻ ആണ്. ഇനി ഇതിന്റെ ആപ്ലിക്കേഷന്റെ സൈഡിലോട്ട് കിടക്കാം. ശരിക്കും ഈ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് ഒരു ഗുണം എന്ന് വെച്ചാൽ ശരിക്കുള്ള ലിക്വിഡിറ്റി ക്യാഷ് ഫ്ലോയിൽ നമുക്ക് കാണിച്ചിരുന്നുള്ളതാണ്. ചിലപ്പോൾ ഷോർട്ട് ടൈമിൽ ജഡ്ജ് ചെയ്യുന്നത് ചിലപ്പോൾ തെറ്റായ ഒരു തീരുമാനമായിരിക്കും. അതിന്റെ കാരണം ഞാൻ പറയാം. ഉദാഹരണത്തിന് കമ്പനിക്ക് ഓരോ ഇൻവെസ്റ്റ്മെന്റ് സൈക്കിൾ കാണും. ഉദാഹരണത്തിന് ഒരു കമ്പനി ചില ടൈമിൽ അവരുടെ കപ്പാസിറ്റി യൂട്ടിലൈസേഷൻ മാക്സ് ആകുന്ന ടൈമിലായിരിക്കും പുതിയൊരു നിക്ഷേപം നടത്തുക. അങ്ങനെയുള്ള കേസിൽ മുന്നോട്ട് കമ്പനിക്ക് എക്സ്പാൻഡ് ചെയ്യുന്ന ഒരു ടൈമിൽ കമ്പനി പുതിയ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ചെയ്യുന്നു, പുതിയ ഫാക്ടറി സെറ്റപ്പ് ചെയ്യുന്നു, അല്ലെ പുതിയ എക്യുപ്മെന്റ്സ് വാങ്ങിക്കുന്നു. ആ ഇൻവെസ്റ്റ്മെന്റ് ടെന്യൂറിൽ അല്ലെങ്കിൽ ഇൻവെസ്റ്റിംഗ് കൂടുതലായിട്ട് നടത്തുന്ന ഒരു ടൈം കാണും. ആ ടൈമിൽ കമ്പനിയുടെ ഫ്രീ ക്യാഷ് ഫ്ലോ കുറവായിരിക്കും. കാരണം ഓപ്പറേഷണൽ ക്യാഷ് ഫ്ലോയിൽ കുറച്ച് അടി കിട്ടും. കാരണം വർക്കിംഗ് ക്യാപിറ്റൽ നീഡ്സ് ആ ടൈമിൽ കുറച്ച് കൂടുതലായിരിക്കും. മൈനസ് ഇനി ഇൻവെസ്റ്റ്മെന്റ് ആക്ടിവിറ്റിയിൽ വരുമ്പോഴത്തേക്കും എന്ത് പറ്റും? ഇൻവെസ്റ്റ്മെന്റ് ആക്ടിവിറ്റി ആ ഒരു വർഷത്തിൽ കൂടുതലായിരിക്കും. അത് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ഉള്ള ടൈമാണ്. ഇനി ആ ഒരു ഇൻവെസ്റ്റ്മെന്റ് ആക്ടിവിറ്റി കഴിഞ്ഞൊരു ടൈമില് കമ്പനിക്ക് കൂടുതലായിട്ട് ഫ്രീ ക്യാഷ് ഫ്ലോ വരും, അല്ലെങ്കിൽ കൂടുതലായിട്ട് ഓപ്പറേഷൻ ക്യാഷ് ഫ്ലോ. അപ്പൊ നമ്മൾ പെട്ടെന്ന് ജഡ്ജ് ചെയ്യുമ്പോഴത്തേക്കും, അതല്ലെങ്കിൽ ഒരു ഹ്രസ്വകാല ഒരു ടെന്യൂറിൽ ഒരു വർഷം 1-2 വർഷമൊക്കെ കൊണ്ടിട്ട് ഫ്രീ ക്യാഷ് ഫ്ലോ ജഡ്ജ് ചെയ്യുന്നത് ചിലപ്പോൾ എപ്പോഴും പ്രോപ്പർ ആകണമെന്നില്ല. കാരണം ആ ഒരു ഇൻവെസ്റ്റ്മെന്റ് സൈക്കിൾ, കമ്പനിയുടെ ഇൻവെസ്റ്റ്മെന്റ് സൈക്കിൾ എങ്ങനെയാണെന്നുള്ളത് നമ്മൾ ജഡ്ജ് ചെയ്യേണ്ടതുണ്ട്. ഈവൻ ഇനി ഓപ്പോസിറ്റ് കേസും സംഭവിക്കും. ഉദാഹരണത്തിന് ഒരു വർക്കിംഗ് ക്യാപിറ്റൽ ഹെവി ആയിട്ടുള്ള ഒരു കമ്പനിയാണെന്ന് വിചാരിക്കാം. അവരുടെ സെയിൽസിൽ നിന്ന് ഒരു 10-20-30% ഒരു ഗവൺമെന്റ് ഡിപെൻഡന്റ് ബിസിനസ് ആണ്. അപ്പൊ അതിൽ ഒരു 20-30% റിസീവബിൾസിൽ പെൻഡിങ് എപ്പോഴും കാണും. അങ്ങനെയാണെങ്കിൽ അവര് ഒരു 5 ഇയർ ആവറേജ് എടുക്കുമ്പോഴത്തേക്കും ഒരു CFO അല്ലെങ്കിൽ ക്യാഷ് ഫ്രം ഓപ്പറേഷൻ നമ്മൾ പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് ആയിട്ട് അല്ലെങ്കിൽ നെറ്റ് പ്രോഫിറ്റ് ആയിട്ട് തട്ടിച്ച് നോക്കുമ്പോഴത്തേക്കും അവർ നെറ്റ് പ്രോഫിറ്റ് ഈ പറഞ്ഞ ക്യാഷ് ഫ്രം ഓപ്പറേഷൻ ആയിട്ട് ഒരു 90-98% നമ്മൾ ഈ പറഞ്ഞ കൺവേർഷൻ നടക്കുന്നുണ്ടെങ്കിൽ, നെറ്റ് പ്രോഫിറ്റ് ക്യാഷ് ആയിട്ട് അവർക്ക് കൺവേർട്ട് ചെയ്യാൻ കഴിയുന്നുണ്ടെങ്കിൽ, ആ ഒരു റിസീവബിൾ ഇഷ്യൂ ഉണ്ടെങ്കിലും അതൊരു ഹെൽത്തി ആയിട്ട് അവർ എക്സിക്യൂഷൻ റിസ്ക് മാനേജ് ചെയ്യുന്ന ഒരു കമ്പനിയാന്ന് നമുക്ക് പറയാം. അപ്പൊ CFO ടു പാറ്റ് ഒരു ലോങ്ങർ ടൈം ആവറേജ്, ഒരു 5 ഇയർ ആവറേജ് ഒക്കെ എടുത്ത് നോക്കുമ്പോഴത്തേക്കും നമുക്ക് ഒരു ക്ലിയർ ആയിട്ടുള്ള ഒരു പിക്ചർ കിട്ടും. ഒരു വർക്കിംഗ് ക്യാപിറ്റൽ ഹെവി ആയിട്ടുള്ള ബിസിനസ് ആണെങ്കിൽ കൂടി. ഞാൻ വേറൊരു കേസും കൂടെ പറയാം. ഉദാഹരണത്തിന് കമ്പനി അഗ്രസീവായിട്ട് ക്രെഡിറ്റിൽ സെയിൽ നടത്തുകയാണ്, മാർജിനിൽ ഡിപ്പ് വരാതെ ആ ക്യാഷ് ശരിക്കും അവിടെ സ്റ്റക്കായി കിടക്കുകയാണ്. ഇതിന്റെ ഒരു നെഗറ്റീവ് ആസ്പെക്ട് എന്ന് പറഞ്ഞാൽ ആ ക്യാഷ് ചിലപ്പോൾ കിട്ടുന്ന ഒരു 1-2 വർഷം കഴിഞ്ഞിട്ടാണെങ്കിൽ, അല്ലെങ്കിൽ ആ റെസീവബിൾസ് റൈറ്റ് ഓഫ് ചെയ്യേണ്ട ഒരു അവസ്ഥ വന്നാൽ, കിട്ടാക്കടവായിട്ട് മാറുവാണെങ്കിൽ അത് ബേസിക്കലി മുമ്പ് നടത്തുന്ന പ്രോഫിറ്റ് ആൻഡ് ലോസ് സ്റ്റേറ്റ്മെന്റിൽ ഉണ്ടായിരുന്ന പ്രോഫിറ്റ് അക്കൗണ്ടിങ് പ്രോഫിറ്റ് അല്ലെങ്കിൽ പേപ്പർ പ്രോഫിറ്റ് മാത്രമായിരുന്നു. അത് ശരിക്കും ഒരു ക്യാഷിലായിരുന്നു എന്നുള്ള കാര്യം നമുക്ക് ഒരു ജഡ്ജ്മെന്റ് നടത്താം. അപ്പൊ അതാണ് അതിന്റെ ഒരു മേജർ ആയിട്ടുള്ള ഒരു യൂസ് കേസ്. അതായത് റിയൽ ആയിട്ടുള്ള ക്യാഷ് ഫ്ലോ, റിയൽ ആയിട്ടുള്ള ലിക്വിഡിറ്റി ജഡ്ജ് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ കമ്പനി എത്രത്തോളം ക്യാഷ് ജനറേറ്റ് ചെയ്യുന്നുണ്ട്, ആ ഫ്രീ ക്യാഷ് ഫ്ലോയിൽ നിന്ന് കമ്പനി ശരിക്കും നിക്ഷേപകന് വാല്യൂ ക്രിയേറ്റ് ചെയ്യാനുള്ള പൈസ കമ്പനി ഉണ്ടാക്കുന്നു എന്നുള്ള കാര്യത്തിനെ പറ്റി നല്ലൊരു ജഡ്ജ്മെന്റ് നടത്താം. അപ്പൊ ലോങ്ങർ ടൈമിൽ നമ്മൾ നോക്കുമ്പോഴത്തേക്കും ഒരു ഇൻവെസ്റ്റ്മെന്റ് വർത്തിയായിട്ടുള്ള ഒരു സ്റ്റോക്കിൽ നമ്മൾ നിക്ഷേപിക്കുന്നു, അതിന്റെ ഫ്രീ ക്യാഷ് ഫ്ലോ ഒരു തരത്തിൽ കോമ്പൗണ്ട് ചെയ്യപ്പെടേണ്ട ഒരു അവസ്ഥയുണ്ട്. കാരണം സമയം കഴിയും തോറും അവർ ജനറേറ്റ് ചെയ്യാനുള്ള ഫ്രീ ക്യാഷ് ഫ്ലോ കൂടിക്കൊണ്ടിരിക്കണം. അപ്പൊ ഇത്രയും പറഞ്ഞു ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാകുന്നു. അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ.